അല്ല ബിരാനെ, ഉമ്മ വന്നു കഴിഞ്ഞപ്പോ നല്ല പണിയെടുക്കണ്ടല്ലോ. ഇത് പണിയല്ല, ഇത് പഴയ വിളക്കല്ലേ. അതിന് ഞാൻ അതിൻ്റെ അകത്ത് ഭൂതം വരുമോ നോക്കുക. ഭൂതം വന്നിട്ട് വേണം എനിക്ക് പണിയെടുക്കാതെ തിന്നാനും എൻ്റെ ഉമ്മക്കിട്ട് ചെറിയൊരു പണി കൊടുക്കാൻ. ബീരാനെ കുറച്ച് ദിവസമായി ഞാൻ അത് തുടങ്ങിയിട്ട്. ആ അംസക്ക, നിങ്ങൾ എവിടെയായിരുന്നു? 2 ദിവസം കണ്ടില്ലല്ലോ. ഞാൻ 2 ദിവസം പൊന്നാനി വരെ ഒന്ന് പോയിരുന്നു. പൊന്നാനില്ല, നമ്മുടെ ആയുഷ്യമ്മയുടെ നാട്ടിലാ. അതെ. ആടെ വിശേഷം? ഒന്നുമില്ല, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. സംഗതി ആയിഷ ഹൈദറിന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വെറുതെ. പക്ഷെ മോനെ, ഓൾ എൻ്റെ ഉമ്മ അല്ല. നിങ്ങൾ എന്ത് വർത്താനം അംസക്ക പറയുന്നേ? ഉമ്മക്ക് പെരുമാറാൻ അറിയില്ലെന്ന് വെച്ചു ഓരെന്റെ ഉമ്മ അല്ല ഉണ്ടാക്കണോ? അതെ, ആയിഷ ഹൈദറിന്റെ ഭാര്യ ആണെങ്കിലും അതില് ഹൈദറിന് മക്കളില്ല. ആയിഷക്കൊരു ഉമ്മ ആവാനും സാധിക്കൂല. ഹംസക്ക, നിങ്ങൾ എന്തൊക്കെ പറയുന്ന? ഹംസക്ക, അല്ല നിങ്ങൾ ഈ കേട്ടൊക്കെ നേരാണോ? ഒക്കെ നേരാ. ഞാനിതൊക്കെ പൊന്നാനി പോയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച. മാത്രല്ല, ആയിഷയുടെ ഒരു അമ്മായി ഉണ്ട് അവിടെ. അവരോട് ചോദിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ. എന്തേനും ഇവന്റെ തുള്ളിച്ചാട്ടം. ലോകകപ്പ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്നിട്ടേന്. ഞാൻ അന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞ വെറുതെ പൊന്നാനിക്ക് പോണ്ട, അതെന്റെ ഉമ്മയ്ക്കൂലെന്ന്. അല്ല, എന്നാലും ഞാൻ ആലോചിച്ചു നോക്കാം, ആ പെണ്ണുങ്ങൾ ഇവന്റെ ഉമ്മയാന്ന് പറഞ്ഞവൻ എത്ര പറ്റിച്ച്. ഹമീദേ, വാ ഇരിക്ക്. ഇത് കണ്ട പൊന്നാനി ബിരിയാണി അനക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പിറന്നാളല്ലേ ഇന്ന്? ഇന്നെന്റെ പിറന്നാളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രസവിച്ച ഉമ്മാൻ അറിഞ്ഞൂടെ പിറന്നാൾ എപ്പോഴാണെന്ന്? എന്താണ്ട് ചെക്കന് കഴിച്ചിട്ട് പറ, കഴിക്ക്. ഈ എന്താണ് തോണ്ടി കളിക്കുന്നത്? നല്ലോണം കുഴച്ചിട്ട് കഴിക്ക്. അതന്നെ, കഴിക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്റെ ഉമ്മയല്ലേ? എന്ത്? നിങ്ങള് എന്റെ ഉമ്മയല്ലേ? ഇപ്പോ ഞാൻ സാരില്ല, നിങ്ങളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ. എൻ്റെ പാപ്പാൻ്റെ 2 ഭാര്യമാരും എൻ്റെ ഉമ്മയല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്, എൻ്റെ ശരിക്കുള്ള ഉമ്മ ആരാണെന്നൊന്ന് അറിയണമെന്ന്. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ അല്ലേ? നല്ല അസല് ബിരിയാണിയാ. എക്സ്ക്യൂസ് മീ, പഴയ ഗ്രാമഫോൺ റെക്കോർഡുണ്ടോ? ആ ഷെൽഫിൻ്റെ അകത്തുണ്ടാവും, പോയി നോക്കി.
ഈ റാഫിയുടെ റെക്കോർഡിന് എന്താ വില? അല്ല, ഈ റാഫിയുടെ റെക്കോർഡിന് എന്താ വില? നിങ്ങളോട് ആരാ എടുക്കാൻ പറഞ്ഞത്? അത് കൊടുക്കാനുള്ളതല്ല. ഓ, ഈ പോസ്റ്റ് കാർഡ് കിട്ടുമോ? ഇതൊന്നായിട്ട് കൊടുക്കാനുള്ള എന്തേ വേണോ? അല്ല, ഈ ഹൈദർ ആരാണ്? ഇവിടെ ഇല്ലത്തെ നമ്പൂരി. എൻ്റെ വാപ്പയാണ്. അല്ല, ഇത് ഹൈദറിനുള്ളൊരു പോസ്റ്റ് കാർഡാണ്. ഹൈദർക്കാക്കില്ലേ? നോട്ടെ നമുക്ക് ഇത് അറബിയാണല്ലോ. നോട്ടെ പറഞ്ഞ മാതിരി ഇത് അറബിയാണല്ലോ. ഇത് അറബിയാണ്. ഇത് അറബിയല്ല, ഇത് ഉറുദു ആണ്. ഇതൊരു ബേഗം ലൈല ഹൈദറിന് എഴുതിയൊരു കത്താണ്. അതിനകത്ത് എന്താ എഴുതിയേക്കുന്നേ? एक खुशखबरी है, मैं आपका इंतजार कर रही हूँ, जरूर आना बेगम लैला. മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നു. ബീരാനെ, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞു. മറ്റൊന്നുമല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ കാത്തിരിക്കുകയാണ്, വേഗം വരണം. ഇന്ന് ബേഗം ലൈല. ഇതിൽ ഒരു അഡ്രസ് കൂടിയുണ്ട്. അപ്പൊ ഈ റെക്കോർഡ് എടുത്തു. എന്താ വില ഇതിന്? കുഴപ്പമില്ല, വെച്ചോ. ഓക്കെ, താങ്ക് യു. അന്നോട് പറഞ്ഞത് വെറുതെ കൊടുക്കാൻ പറഞ്ഞു. ഹേ, ഇതൊക്കെ ബേഗം ലൈല കില ഫിർദോസ്. അതിനെന്താ? കില ഫിർദോസ്. ആ ഫിർദോസ് എന്താ? ഇങ്ങൊന്നേ വാ. എന്താന്ന് പറയും? നമ്മുടെ കടയുടെ പേരെന്താ? ഫിർദോസ് ആൻറ്റിക്സ്. ഇതെന്താ? കില ഫിർദോസ്. ഇത് ഫിർദോസ്, ഇത് കില ഫിർദോസ്. രണ്ട് ഫിർദോസും തമ്മിൽ ബന്ധമില്ലേ? എന്ത് ബന്ധം? എടോ, ബീരാൻ അമീദ് എന്നൊക്കെ എത്ര സ്ഥലത്ത് പേരുണ്ട്. അതുപോലെ ഒരു പേര്. ഏയ്, ഇതല്ല, ഇത് ശരിക്കും ബന്ധമുണ്ട്. കണക്ക് ഭ്രാന്താ മോനെ. ഞാൻ അതിന്റെ പിന്നാലെ പൊയ്ക്കോ. ബാക്കിയുള്ളവർ തല്ലൊളിക്കാൻ ഉണ്ട്. ഈ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ? എന്താ ഈ ആലോചിക്കണേ? ലക്നൌവിൽ പോകണം. വാപ്പയ്ക്കാരാ കത്തെഴുതുന്നറിയണം. ഓരെ കണ്ടുപിടിക്കണം. അനക്ക് ഭ്രാന്തുണ്ടോ? അതെന്റെ ഉമ്മ നയിക്കില്ല. വെറുതെ ഒരു ഉമ്മ ഭ്രാന്ത്. ചേട്ടാ കടല വേണോ? ആ, ചേട്ടാ 10 രൂപ. 2 മതി. അംസക്കാരൻ എന്നെ വിടും തോന്നുന്നുണ്ട്. എനിക്കാരും സംഭവം വേണ്ട. ഞാൻ ഒറ്റയ്ക്കാ പോണേ. അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോയിക്കോ. ഇപ്പൊ ഞാനും വരാം. എന്നാ വാ. ഈ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള പോസ്റ്റ് കാർഡ് വെച്ച് ഈ ആരെ കണ്ടുപിടിക്കുന്ന പറയുന്നേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഈ മറ്റന്നാള് ലക്നൗ പോണേന് ഈ എന്തിനാ എപ്പോഴേ ബാഗ് പാക്ക് ചെയ്യുന്നത്? ലക്നൗ അത്രയും ദൂരത്താ? ദൂരമൊന്നുമല്ല, പക്ഷെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. കണ്ട, ഹിന്ദി മലയാളം ഭാഷാ സഹായി. അത് ലക്നൗവിൽ ഇന്ത്യ എന്നോട് ആരാ പറഞ്ഞു? അല്ലേ? അവിടെ കൊങ്ങിണിയാ, കൊങ്ങിണി. ഓടാ, ഹിന്ദി തന്നെയാ. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഇല്ല. തൂങ്ങിപ്പിടിച്ച് പോണ്ടി വരും. അറിയാത്ത നാട്, അറിയാത്ത ഭാഷ, അറിയാത്ത ആളുകള്. അതിനിപ്പോ എന്താ? ഇതൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ? ഓ വേണ്ട, ഈ വലിയ പ്രൊഫഷണൽ ഡാൻസർ അല്ലേ. എനിക്ക് കുറെ ബുക്കിംഗ് ഒക്കെ ഇല്ലേ. ഈ ഇവിടെ കുറെ പരിപാടിക്കൊക്കെ പോയി കുറെ ഏറൊക്കെ വാങ്ങി. ലക്നൗവിൽ അല്ലെങ്കിലും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പം അവിടെ ഭയങ്കര ചൂടാന്ന് ഞാൻ കേട്ട്. ഈ ചൂടത്ത് ഞാൻ എനക്കൊരു ആശ്വാസമായിരിക്കും. എനിക്ക് അത്ര ആശ്വാസം വേണ്ട. അപ്പം ഞാൻ പോരണ്ട. വേണ്ട. മോനെ, ഒരു മമ്മി വന്നല്ലോ. ഇത് ചായ കുടിക്ക്. നീ മറ്റന്നാ പോവല്ലേ? ഈ ഉത്തർപ്രദേശ് എന്നൊക്കെ പറയണത് ജാതി ആൾക്കാരാ. എനക്കാണെങ്കിൽ ഭാഷ അറിയൂല. ഇവനാണ് BA മലയാളം. ബീരാനെ, ഈ പൊര മമ്മികളെ കൊണ്ട് നിറയും. അല്ല, നമ്മ കാറായിട്ട് പോയാലോ? ഞാൻ വേറൊന്നും വിചാരിച്ച് പറഞ്ഞല്ല കേട്ടാ. അത് ഈ ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടുപോണൊരു നാടാ അത്. എൻ്റെ അനുഭവമാണ് പറഞ്ഞേ. എവിടെ? ലക്നൗവിലേക്ക്. നിങ്ങൾ പോയിട്ടുണ്ടാ? ആ, ആരുടെ കൂടെ? എൻ്റെ വാപ്പാൻ്റെ കൂടെ. ശരിക്കും? സത്യം പറ. സത്യം, 1-2 വട്ടം പോയിട്ടുണ്ട്.
സൂക്ഷിക്കണട്ടാ, വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കോ. ആ പിന്നെ മോനെ, നാളെ ഞാൻ തിരിച്ചു പോകൂട്ടാ. ഏടയ്ക്ക്? എങ്ങോട്ടേക്ക്? എൻ്റെ പുരയിലേക്ക്. വേണ്ട, പോണമെന്നില്ല. അങ്ങനല്ല ഹമീദ, അന്നെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തി. പോണം. എന്താണുള്ളത് ആയിഷ കാറില്? അത് ഓരോരോ പുരേ പോവുക. ആ അമീത് പോലെ ബസ് സ്റ്റോപ്പിൽ ഇറക്കൂ. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ട്. ആ ഹംസക്ക, ഞാൻ ഇറങ്ങട്ടാ. വീരാനെ നോക്കി പോണം മോനെ. ആ എടാ ഓരോ ഇറക്കാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ശരിയാണോ? എന്ത്? നിങ്ങൾ ലക്നൌവിൽ പോയിട്ടുണ്ടെന്നുള്ളത്? പിന്നല്ലാണ്ട് സത്യം. ബസ് സ്റ്റോപ്പിലേക്കല്ല, വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. ഓക്കെ. നിങ്ങൾക്ക് അപ്പോൾ ലക്നൗ ഒക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ? പിന്നെ എന്നാ ഒന്നും കൂടെ ലക്നൌവിൽ പോയാലോ? ആ, പോവാം.